ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5th സ്റ്റാൻഡേർഡിലെ 5th ചാപ്റ്ററായ പാർട്ട് നമ്പർ അതിലെ ചോദ്യോത്തരങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ഇതിലെ പേജ് നമ്പർ 65, 66, 67 ആണ് ഇന്ന് സോൾവ് ചെയ്യുന്നത്. എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഇവിടെ നമുക്ക് 3 വൃത്തങ്ങൾ തന്നിട്ടുണ്ട്. ഓരോ വൃത്തത്തിനെയും 8 ഭാഗങ്ങളായിട്ട് മാറ്റിയിട്ടുണ്ട്. അതായത് 8 ഈക്വൽ പാർട്സ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8 8 ഭാഗങ്ങളായിട്ടാണ് മാറ്റിയിരിക്കുന്നത്. ചോദ്യം ഇതാണ്, ഇവിടെ കളർ കൊടുത്തിരിക്കുന്ന ഭാഗത്തിൻ്റെ ഫ്രാക്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു ഫ്രാക്ഷൻ കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, അതിൻ്റെ മറ്റൊരു രൂപത്തിലുള്ള ഫ്രാക്ഷൻ കൂടെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാം. നിറം കൊടുത്തിരിക്കുന്ന ഭാഗത്തിൻ്റെ ഫ്രാക്ഷൻ 8 ഭാഗത്തിൽ എന്താണ്? 2 ഭാഗത്തിനാണ് നിറം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 8ൽ 2 ഭാഗത്തിന് നിറം കൊടുത്തിട്ടുണ്ട് എന്ന് എഴുതാം. അടുത്തതായിട്ട് ഇതിൻ്റെ തന്നെ മറ്റൊരു രൂപത്തിലുള്ള ഫ്രാക്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് ഈ വൃത്തത്തിനെ മറ്റൊരു രീതിയിൽ കാണാം. ഇവിടെ 2 ഭാഗത്തിനാണ് നിറം കൊടുത്തിരിക്കുന്നത് അല്ലേ? അതായത് 2 പാർട്ടിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പാർട്ടായിട്ട് എടുക്കാം. അതേപോലെ തന്നെ ഇവിടെയുള്ള 2 ഭാഗത്തിന് എന്ത് ചെയ്യണം? നമ്മൾ രണ്ടാമത്തെ പാർട്ടായിട്ട് എടുക്കണം. പിന്നീട് അടുത്ത വരുന്ന 2 ഭാഗങ്ങളെ മൂന്നാമത്തെ പാർട്ടായിട്ട് എടുക്കാം. പിന്നീട് അടുത്ത് വരുന്ന 2 ഭാഗങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ നാലാമത്തെ പാർട്ടായിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ഈ വൃത്തത്തിനെ എങ്ങനെയാണ് കാണുന്നത്? 4 ഭാഗങ്ങളാക്കി മാറ്റി. അതിൽ ഒരു ഭാഗത്തിനാണ് നിറം കൊടുത്തിരിക്കുന്നത്. മനസ്സിലായില്ലേ എല്ലാവർക്കും? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 4 ഭാഗത്തിൽ ഒരു ഭാഗത്തിനാണ് നിറം കൊടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ 1/4 എന്ന് എഴുതാൻ കഴിയും. ഇതേ ക്വസ്റ്റ്യൻ തന്നെ മറ്റൊരു രീതിയിൽ നമുക്ക് ചെയ്യാം. അതിപ്പോൾ നിങ്ങൾ പഠിക്കുന്നില്ല, എങ്കിലും ഞാൻ അതുകൂടെ നിങ്ങൾക്ക് വിശദമാക്കി തരാം. ആദ്യത്തെ ചിത്രത്തിന്റെ നമുക്ക് എന്താണ് കിട്ടിയിരിക്കുന്നത്? 2/8 ആണെന്നാണ് കിട്ടിയിരിക്കുന്നത്. 2/8നെ നമുക്ക് മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം? 1 × 2 എന്താണ്? 2 ആണ് അല്ലേ? പിന്നീട് ഡിവൈഡഡ് ബൈ 8നെ നമുക്ക് എന്ത് എഴുതാം? 4 × 2 എന്ന് എഴുതാം. 4 × 2 8 അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? മുകളിലും താഴെയും 2 വന്നതുകൊണ്ട് ഈ 2ഉം മുകളിലത്തെ 2ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി വരുന്നത് എന്താണ്? 1/4 ആണ് വരുന്നത്. ആ 1/4 ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അടുത്തത് നോക്കാം. മൊത്തം 8 ഭാഗങ്ങളാണ് വരുന്നത്. അതിൽ 1, 2, 3, 4 4 ഭാഗത്തിന് നിറം കൊടുത്തിട്ടുണ്ട്. 8ൽ 4 ഭാഗത്തിനാണ് നിറം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 8ൽ 4 ഭാഗത്തിന് നിറം കൊടുത്തിരിക്കുന്നു എന്ന് എഴുതാം. അപ്പോഴെന്ത് കിട്ടി? 4/8 എന്ന് കിട്ടി. പിന്നീട് അടുത്ത ഫ്രാക്ഷൻ കാണാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇവിടെ ഉള്ള 4 ഭാഗത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നാമത്തെ പാർട്ടായിട്ട് എടുക്കുകയാണ്. പിന്നീട് വരുന്ന 4 ഭാഗത്തിന് എന്താണ്? നമ്മൾ രണ്ടാമത്തെ പാർട്ടായിട്ട് എടുക്കുകയാണ്. അതായത് ഒരു വൃത്തത്തിന് നേരെ പകുതിയിൽ വെച്ച് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ വൃത്തത്തിന്റെ 2 ഭാഗങ്ങളിൽ ഒരു ഭാഗത്തിന് മഞ്ഞ നിറം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 എന്ന് എഴുതാൻ കഴിയും. ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡ് നോക്കാം. 4/8നെ എങ്ങനെ മാറ്റി എഴുതാം? 1 × 4 4 ആണ്. അതുകൊണ്ട് 1 × 4 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 8ന് നമുക്ക് എന്ത് എഴുതാം? 2 × 4 എന്ന് എഴുതാം. എന്താണ്? ഈ 4ഉം മുകളിലുള്ള 4ഉം ക്യാൻസൽ ചെയ്യാം. ബാക്കി വരുന്നത് 1/2 ആണ്. വളരെ സിമ്പിളായിട്ട് കിട്ടി അല്ലേ? അടുത്തത് നോക്കാം. ഇവിടെ 1, 2, 3, 4, 5, 6 6 ഭാഗത്തിനാണ് നിറം കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ എത്രയാണുള്ളത്? 8 ഭാഗങ്ങളാണുള്ളത് അല്ലേ? 8ൽ 6 ഭാഗങ്ങൾക്ക് നിറം കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു രീതിയിൽ എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതണം? ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ നിറം കൊടുക്കാതിരിക്കുന്ന ഭാഗം എത്രയാണ്? 2 ഭാഗങ്ങളാണ് നിറം കൊടുക്കാതിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ അങ്ങനെ ഡിവൈഡ് ചെയ്യാം. അതായത് 1, 2 2 ഭാഗത്തിനെ ചേർത്ത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പാർട്ടാക്കി മാറ്റാം. 3, 4 അതായത് 2 പാർട്ടല്ലേ? അതിനെ രണ്ടാമത്തെ ഭാഗമാക്കി മാറ്റാം. 5, 6 2 ഭാഗമല്ലേ? അതിനെ മൂന്നാമത്തെ പാർട്ടാക്കി എടുക്കാം. ഇതിനെ എന്താണ്? 1, 2 നാലാമത്തെ ഭാഗമായിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് ചെയ്തു? ഈ വൃത്തത്തിനെ 8 ആയിരുന്ന വൃത്തത്തിനെ 8 ഭാഗങ്ങളാക്കിയിരുന്ന വൃത്തത്തിനെ 4 ഭാഗങ്ങളാക്കി മാറ്റി. അതിൽ 3 ഭാഗത്തിന് നിറം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാം. 4ൽ 3 ഭാഗത്തിന് നിറം കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ 6/8 ആണ് വരുന്നത്. ഇതിന് നമുക്ക് എന്ത് എഴുതാം? 2 × 3 എന്ന് എഴുതാം. 8നെ എങ്ങനെ എഴുതാം? 4 × 2 എന്ന് എഴുതാം. അപ്പോഴെന്താണ്? മുകളിലുള്ള 2ഉം താഴെയുള്ള 2ഉം നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണ്. പിന്നീട് വരുന്നത് എന്താണ്? മുകളിൽ 3 ആണ് വരുന്നത്, താഴെ 4 ആണ് വരുന്നത്. അപ്പോഴെന്താണ്? 3/4 ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എന്താണ്? ഒരു വൃത്തത്തിനെ 12 ഭാഗങ്ങളായിട്ടാണ് ഭാഗിച്ചിരിക്കുന്നത്. അതിൽ നിറം കൊടുത്തിരിക്കുന്ന ഭാഗത്തിന്റെ പാർട്ട് എഴുതുക. പിന്നീട് എന്താണ്? അതിൻ്റെ മറ്റൊരു
ഫോം കൂടെ ഫ്രാക്ഷൻ ആയിട്ട് നമ്മൾ എഴുതണം. തൊട്ട് മുമ്പിൽ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ ആണ്. മുൻപ് 8 പാർട്ടായിട്ടായിരുന്നു മാറ്റിയിരുന്നത്. ഇപ്പോൾ അതിനെ 12 ഭാഗങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാം, മൊത്തം എത്രയാണ്? 12 ഭാഗങ്ങളാണ് വരുന്നത്. അതിൽ ഇവിടെ 1 2 3 3 ഭാഗങ്ങൾക്കാണ് നിറം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാം, 12ൽ 3 ഭാഗത്തിനാണ് നിറം കൊടുത്തിരിക്കുന്നത് അല്ലേ? ഇനി എന്താണ് രണ്ടാമത്തെ ഫോം നമുക്ക് എഴുതണം. ഈ 3 ഭാഗങ്ങൾ എന്ത് ചെയ്യാം? നമുക്ക് ഒരു ഭാഗമായിട്ട് എന്ത് ചെയ്യാം? എടുക്കാം. പിന്നീട് എന്താണ് അടുത്ത 3 ഭാഗത്തെ എന്ത് ചെയ്യാം? രണ്ടാമത്തെ പാർട്ടായിട്ട് എടുക്കാം. അടുത്ത് വരുന്ന 3 ഭാഗത്തിനെ വീണ്ടും മൂന്നാമത്തെ പാർട്ടായിട്ട് എടുക്കാം. അവസാനമായി വരുന്ന 3 ഭാഗത്തിന് എന്ത് ചെയ്യാം? നാലാമത്തെ പാർട്ടായിട്ട് എടുക്കാം. അപ്പോൾ എന്താണ് ഒരു വൃത്തത്തിന് എന്ത് ചെയ്തു? നമ്മൾ 4 പാർട്ടാക്കി മാറ്റി അതിൽ ഒരു ഭാഗത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? നിറം കൊടുത്തിട്ടുണ്ട്. നമുക്ക് 4ൽ ഒരു ഭാഗത്തിനാണ് നിറം കൊടുത്തിരിക്കുന്നത് എന്ന് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അടുത്ത മെത്തേഡ് നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ ആൻസർ കിട്ടിയ എന്താണ്? 3/12 ആണ് കിട്ടിയത്. അപ്പം നമുക്കിവിടെ 3/12 എന്ന് എഴുതാം. 3 എന്ന് വെച്ചാൽ എന്താണ്? 1 ഇൻറ്റു 3 ആണ് 3 വരുന്നത്. പിന്നെ എന്താണ്? 4 ഇൻറ്റു 3 ആണ് 12 വരുന്നത് അല്ലേ? ഈ 3നെയും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ബാക്കി വരുന്നത് എന്താണ്? 1/4 ആണ്. ആ 1/4 ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അടുത്തത് നോക്കാം. ഇവിടെയും 12 ഭാഗങ്ങളാണുള്ളത്. അതിന് 2 ഭാഗത്തിനാണ് നിറം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാം, 12ൽ 2 ഭാഗത്തിനാണ് നിറം കൊടുത്തിരിക്കുന്നത്. അടുത്ത എന്ത് ചെയ്യാം? ഈ 2 ഭാഗങ്ങളെ നമ്മൾ എന്ത് ചെയ്യാം? ഒന്നാക്കിയിട്ടെടുക്കാം. അടുത്ത 2 ഭാഗത്തെ എന്ത് ചെയ്യാം? രണ്ടാക്കിയിട്ടെടുക്കാം. പിന്നീട് വരുന്ന 2 ഭാഗങ്ങളെ 3ആക്കി എടുക്കാം. അടുത്ത 2 ഭാഗങ്ങൾ എന്ത് ചെയ്യാം? 4ആക്കി എടുക്കാം. അതേപോലെ ഇവിടെ 5 6 എന്തായി? 6 പാർട്ടാണ് വരുന്നത്. 6 പാർട്ടിൽ ഒരു പാർട്ടിനാണ് നിറം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത ഫോം നമുക്ക് എന്ത് കിട്ടി? 1/6 എന്ന് കിട്ടി. രണ്ടാമത്തെ രീതിയിൽ ചെയ്തു നോക്കാം. 2/12 ആയിരുന്നു ഉണ്ടായിരുന്നത്. 2/12ന് നമുക്ക് എന്ത് എഴുതാം? ഈക്വൽ ടു 1 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 12ന് എന്ത് എഴുതാം? 6 ഇൻറ്റു 2 എന്ന് എഴുതാം. എന്ത് ചെയ്യും? 2 2 ക്യാൻസൽ ആയി പോവും. പിന്നീട് വരുന്നത് എന്താണ്? 1/6. അതേ ആൻസറാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അടുത്ത പിക്ചർ നോക്കാം. ഇവിടെ 1 2 3 4 4 ഭാഗത്തിനാണ് നിറം കൊടുത്തിരിക്കുന്നത്. ആകേണ്ടത് എത്രയാണ്? 12 ആണുള്ളത്. അപ്പോൾ 12ൽ 4 ഭാഗത്തിനാണ് നിറം കൊടുത്തിരിക്കുന്നത്. അത് 4/12. പിന്നീട് എന്താണ് ചെയ്യുന്നത്? ഈ 4 ഭാഗത്തിനെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ഭാഗമാക്കി മാറ്റി അടുത്ത 4 ഭാഗത്തിനെ ചേർത്ത് വെച്ചുകൊണ്ട് 1 2 3 4 4 ഭാഗത്തിനെ ചേർത്ത് വെച്ചുകൊണ്ട് അത് രണ്ടാമത്തെ പാർട്ടാക്കി മാറ്റി പിന്നീട് വരുന്ന 1 2 3 4 4 പാർട്ടിനെ ചേർത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? മൂന്നാമത്തെ പാർട്ടാക്കി മാറ്റി. അപ്പോൾ ടോട്ടൽ എത്ര ഭാഗമായി മാറി? 3 ഭാഗമായിട്ട് മാറി. 3 ഭാഗത്തിൽ ഒരു ഭാഗത്തിനാണ് നിറം കൊടുത്തിരിക്കുന്നത്. അപ്പോഴെങ്ങനെ എഴുതാം? 3ൽ ഒരു ഭാഗത്തിന് നിറം കൊടുത്തിരിക്കുന്നു എന്ന് എഴുതാം. രണ്ടാമത്തെ മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ 4/12 ആണ് ഇവിടെയുള്ളത്. 4ന് നമുക്ക് എന്ത് എഴുതാം? 1 ഇൻറ്റു 4 എന്ന് എഴുതാം. 12ന് എന്ത് എഴുതാം? 3 ഇൻറ്റു 4 എന്ന് എഴുതാം. 3 ഇൻറ്റു 4 12 ആണ്. കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ലേ? അപ്പോഴെന്ത് ചെയ്യണം? നമുക്ക് 4നെയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1/3 ആണ് കിട്ടുന്നത്. ആ 1/3 ആണ് നമുക്ക് ഇവിടെയും കിട്ടിയിരിക്കുന്നത്. അടുത്ത ചിത്രം നോക്കാം. 12 ഭാഗത്തിൽ എത്ര ഭാഗത്തിനാണ് നിറം കൊടുത്തിരിക്കുന്നത്? 1 2 3 4 5 6 6 ഭാഗത്തിനാണ് നിറം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം 12ൽ 6 ഭാഗത്തിന് നിറം കൊടുത്തിട്ടുണ്ട്. പിന്നീട് എന്ത് ചെയ്യാം? നമ്മൾ ഇതിനെ, അതായത് ഒരു വൃത്തത്തിന്റെ പകുതിയാണ് ഇതല്ലേ, അതിനെ നമ്മൾ ഒരു ഭാഗമാക്കി മാറ്റി രണ്ടാമത്തെ പകുതി എന്ത് ചെയ്തു? രണ്ടാമത്തെ ഭാഗമാക്കി മാറ്റി. അപ്പോൾ ആകെ വൃത്തത്തിൽ എത്ര ഭാഗങ്ങളാണുള്ളത്? 2 ഭാഗങ്ങളാണ് ഉള്ളത്. 2ൽ ഒരു ഭാഗം അല്ലേ, അതായത് 1/2 എന്ന് എഴുതാം. ഇനി സെക്കൻഡ് മെത്തേഡ് ചെയ്ത് നോക്കാം. 6/12 എങ്ങനെ എഴുതാം? 1 ഇൻറ്റു 6 എന്ന് എഴുതാം. താഴെ എന്ത് എഴുതാം? 2 ഇൻറ്റു 6 എന്ന് എഴുതാം. 6ഉം 6ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി വരുന്നത് 1/2 ആണ്. വളരെ സിമ്പിൾ അല്ലേ? അടുത്തത് നോക്കാം. 12ൽ എത്ര ഭാഗത്തിനാണ് ഇവിടെ നിറം കൊടുത്തിരിക്കുന്നത്? 1 2 3 4 5 6 7 8 9 9 ഭാഗങ്ങൾക്കാണ് നിറം കൊടുത്തിരിക്കുന്നത്. അപ്പോഴെന്ത് എഴുതാം? 12ൽ 9 ഭാഗത്തിന് നിറം കൊടുത്തിട്ടുണ്ട് എന്ന് എഴുതാം. ഇനി രണ്ടാമത്തെ മെത്തേഡ് നോക്കുകയാണെങ്കിൽ എന്താണ്? ഇവിടെ നമുക്ക് നോക്കാം. കളറില്ലാത്ത ഭാഗം എത്രയാണുള്ളത്? 1 2 3 3 ഭാഗങ്ങളാണുള്ളത് അല്ലേ?
അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ 3 ഭാഗങ്ങളെ ഒരു പാർട്ടാക്കി മാറ്റണം. ഇവിടെ നോക്കാം 1 2 3 ഈ 3 ഭാഗങ്ങളെ ക്യാൻസൽ ചെയ്തിട്ട് എന്ത് ചെയ്താം, ഒന്നാമത്തെ പാർട്ട് എടുക്കാം. നമുക്ക് ഈ 3 ഭാഗങ്ങളെ ക്യാൻസൽ ചെയ്ത് രണ്ടാമത്തെ പാർട്ടാക്കി എടുക്കാം. ഈ 3 ഭാഗങ്ങളെ, അതായത് 1 2 3 ഭാഗങ്ങളെ എന്ത് ചെയ്യാം, മൂന്നാമത്തെ പാർട്ടായിട്ട് എടുക്കാം. ഇതെന്ത് ചെയ്യാം, നാലാമത്തെ പാർട്ടായിട്ട് എടുക്കാം. അപ്പോൾ ആകെ വൃത്തത്തിന് എത്ര പാർട്ടുകളായി, 4 പാർട്ടായി മാറി. അതിലെത്രയുണ്ട്, 3 ഭാഗങ്ങൾക്ക് നിറം കൊടുത്തിട്ടുണ്ട്. 4ൽ 3 ഭാഗത്തിന് നിറം കൊടുത്തിട്ടുണ്ട്. 9/12 ചെയ്ത് നോക്കാം എങ്ങനെയാണ് വരുന്നത്. നമുക്കിവിടെ 9നെ എന്ത് എഴുതാം, 3 × 3 എന്ന് എഴുതാം. 12നെ എന്ത് എഴുതാം, 4 × 3 എന്ന് എഴുതാം. ഇവിടെയുള്ള 3ഉം 3ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. ആൻസർ വരുന്നത് 3/4 ആണ്. ആ ആൻസറാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. 1 2 3 4 5 6 7 8 8 ഭാഗങ്ങൾക്ക് നിറം കൊടുത്തിട്ടുണ്ട്. ആകെ വരുന്നത് എത്രയാണ്, 12 ഭാഗമാണ്. അത് നമുക്കിവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. അത് നമ്മൾ വീണ്ടും എണ്ണി നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എഴുതാം, 12ൽ 8 ഭാഗത്തിനാണ് നിറം കൊടുത്തിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യാം, നിറം കൊടുക്കാത്ത ഭാഗം എത്രയാണ്, ഇവിടെ 1 2 3 4 ഭാഗമാണുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ 4 ഭാഗം പാർട്ട് 1 ആയിട്ട് എടുക്കാം. പിന്നീട് വരുന്ന 4 ഭാഗം പാർട്ട് 2 ആയിട്ട് എടുക്കാം. പിന്നീട് വരുന്ന 4 ഭാഗത്തിന് എന്താ, പാർട്ട് 3 ആയിട്ട് എടുക്കാം അല്ലേ. അപ്പോൾ എത്രയാണ്, ടോട്ടൽ വരുന്നത് 3 ഭാഗമാണ്. അതിൽ 2 ഭാഗങ്ങൾക്ക് നിറം കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് എഴുതാം, 2/3 എന്ന് എഴുതാം. സെക്കൻഡ് മെത്തേഡ് നോക്കുകയാണെങ്കിൽ 8/12 ആണ് വരുന്നത്. അതിന് നമുക്ക് എന്ത് എഴുതാം, 2 × 4 എന്ന് എഴുതാം. 12ന് നമുക്ക് എന്ത് എഴുതാം, 3 × 4 എന്ന് എഴുതാം. 4ഉം 4ഉം ക്യാൻസൽ ചെയ്തു പോയി. ബാക്കി വരുന്നത് എന്താണ്, 2/3 ആണ്. ആ ആൻസർ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. എല്ലാ കൂട്ടുകാരും ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് മെത്തേഡിലാണ് ക്വസ്റ്റ്യന് ആൻസർ കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത്തെ മെത്തേഡ് നിങ്ങൾ ആദ്യം ചെയ്തിരിക്കുന്ന ആൻസർ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കാം. അടുത്തായിട്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതേപോലെയുള്ള ഒരു സ്ക്വയർ നമ്മൾ നോട്ടിലേക്ക് വരയ്ക്കുക. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ അതിനെ ഡിവൈഡ് ചെയ്യുക. ഞാൻ ഏതാണ്ട് ഒരു ചിത്രം റൈറ്റ് സൈഡിൽ വരച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് കളർ 1/8 ഓഫ് ദ സ്ക്വയർ വിത്ത് റെഡ്. എന്താണ്, ആദ്യം 1/8 ഭാഗത്തിനെ നമ്മൾ റെഡ് കൊണ്ട് കളർ ചെയ്യണം. ഇവിടെ ആകെ എത്ര ഭാഗമുണ്ട് നോക്കാം. 1 2 3 4 5 6 7 8 8 ഭാഗങ്ങളാണ് ഉള്ളത്. ഈ കാണുന്ന 1 എന്ന് കാണുന്ന ഭാഗത്തിൽ റെഡ് കളർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് നമുക്ക് കിട്ടും, 1/8 എന്ന ഭാഗത്തിന് റെഡ് കളർ കൊടുത്തതായിട്ട് കിട്ടും. ഓക്കെ, ഞാനിവിടെ 1/8 ഭാഗത്തിന് എന്ത് ചെയ്തു, റെഡ് കളർ കൊടുത്തു. നമുക്കിവിടെ എഴുതാം, ഇത് 1/8 പാർട്ടാണ്. അടുത്ത എന്താണ് പറഞ്ഞിരിക്കുന്നത്, 1/4 വിത്ത് ഗ്രീൻ കളർ. 1/4 ഗ്രീൻ കളർ കൊണ്ടാണ് കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ എന്താണ് 8 ഭാഗങ്ങളാണ് ഉള്ളത്. ഇതിനെ 4 ഭാഗങ്ങളാക്കി മാറ്റണം. അതിൽ ഒരു ഭാഗത്തിനാണ് നിറം കൊടുക്കേണ്ടത്. എന്ത് ചെയ്യാം, ഈ ഒരു ത്രികോണ ഭാഗം നമുക്ക് എന്തെടുക്കാം, ഒന്നാമത്തെ പാർട്ടായിട്ട് എടുക്കാം. അടുത്ത് വരുന്ന ത്രികോണം 2 ആയിട്ട് എടുക്കാം. പിന്നീട് വരുന്ന ഈ ഒരു ഭാഗം നമുക്ക് മൂന്നാമത്തെ പാർട്ടാക്കി മാറ്റാം. ഈ ഒരു ഭാഗം എന്താണ്, നാലാമത്തെ പാർട്ടാക്കി മാറ്റാം. ഇതിൽ ഒരു ഭാഗത്തിന് നിറം കൊടുത്താൽ എന്തായി, നമുക്ക് 1/4 എന്ന ഭാഗം കിട്ടും. ഞാൻ ഈ ഭാഗത്തിന് നിറം കൊടുക്കുകയാണ്. രണ്ട് ഭാഗത്തിനെയും ചേർത്ത് നമുക്ക് എന്ത് പറയാം, 1/4 ഭാഗത്തിന് നിറം കൊടുത്തു എന്ന് പറയാം. അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, 1/2 എന്താണ് കൊടുക്കേണ്ടത്, ബ്ലൂ കളറാണ് കൊടുക്കേണ്ടത്. ഇവിടെ കാണുന്ന ആദ്യത്തെ റെക്ടാങ്കുലർ എന്ത് ചെയ്യാം, ഒന്നാമത്തെ പാർട്ടാക്കി എടുക്കാം. ഇതെന്ത് ചെയ്യാം, രണ്ടാമത്തെ പാർട്ടാക്കി എടുക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിന് നിറം കൊടുത്താൽ എന്തായി, 1/2 ആയിട്ട് മാറി. അപ്പൊ നമുക്കിവിടെ ഒരു കാര്യം ചെയ്യാം, താഴെ വരുന്ന ഭാഗത്തിന് എന്ത് ചെയ്യാം, ബ്ലൂ കളർ കൊടുക്കാം. ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കളർ ചെയ്തിരിക്കുന്ന ബ്ലൂ കളറുള്ള മൊത്തം ഭാഗത്തിന് നമുക്ക് 1/2 പാർട്ട് എന്ന് പറയുവാൻ കഴിയും. ഇത്രയും കാര്യങ്ങളാണ് ആദ്യമായിട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അടുത്ത പേജിൽ ഇതിനോട് ബേസ് ചെയ്തിട്ട് 3 ക്വസ്റ്റ്യനുകൾ ഉണ്ട്. അതിന്റെ ആൻസർ കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. ആദ്യത്തെ ചോദ്യം ഇതാണ് ചോദിച്ചിരിക്കുന്നത്, ഈസ് ദർ എനി പാർട്ട് ലെഫ്റ്റ് അൺകളേർഡ്. ഏതെങ്കിലും പാർട്ട് കളർ ചെയ്യാതെ വിട്ടിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന് എന്ത് ആൻസർ കൊടുക്കാം, യെസ് എന്ന് ആൻസർ കൊടുക്കാം. അടുത്ത ചോദ്യം നോക്കാം, വാട്ട് പാർട്ട് ഓഫ് ദ ഹോൾ സ്ക്വയർ ഈസ് ഇറ്റ്. മുഴുവൻ ചതുരത്തിന്റെയും ഏത് ഭാഗമാണെന്നാണ് രണ്ടാമത് ചോദിച്ചിരിക്കുന്നത്. 1/8 ഓഫ് ദ എൻറ്റയർ സ്ക്വയർ എന്ന് ആൻസർ കൊടുക്കാം. അതായത് 8 ഭാഗത്തിന്റെ ഒരു ഭാഗമാണെന്ന് പറയാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് ഇറ്റ് ആസ് എ ഫ്രാക്ഷൻ. 1/8 എന്ന് ആൻസർ കൊടുക്കാം.
പേജ് നമ്പർ 68ലെ ചോദ്യങ്ങൾക്ക് കൂടെ ഉത്തരം ഈ വീഡിയോയിൽ നമുക്ക് കൊടുക്കാം. കാരണം ഇതോടുകൂടി ഈ ചാപ്റ്റർ നമുക്ക് ക്ലോസ് ചെയ്യാൻ കഴിയും. ഇവിടെ കൊടുത്തിരിക്കുന്ന വൃത്തം ശ്രദ്ധിക്കുക. 2 വൃത്തങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ വൃത്തത്തിന് എന്താണ് ഫുള്ളായിട്ട് കളർ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ വൃത്തത്തിന് ചെറിയൊരു പാർട്ടാണ് കളർ കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ കൗണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. 4 പാർട്ടാണുള്ളത്. അതിൽ ഒരു ഭാഗത്തിനാണ് കളർ കൊടുത്തിരിക്കുന്നത്. ഈ 2 വൃത്തങ്ങളെയും ചേർത്ത് ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ് നമുക്ക് എഴുതേണ്ടത്. ആദ്യത്തെ ചിത്രത്തിൽ എന്താണ് ഒരു മുഴുവൻ വൃത്തത്തിനും പെയിന്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്കിവിടെ 1 എന്ന് എഴുതാം. രണ്ടാമത്തെ ചിത്രത്തിൽ 4 ഭാഗത്തിനാണ് പെയിന്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1/4 ഇവിടെ എഴുതാൻ കഴിയും. 1/4 എന്ന ആൻസർ കിട്ടും. രണ്ടാമത്തെ ചിത്രം എന്താണ് ഒരു മുഴുവൻ വൃത്തമുണ്ട്, പിന്നീട് 1/3 ഭാഗമുണ്ട്. 1/3 എന്ന് എഴുതാൻ സാധിക്കും. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ 2 വൃത്തങ്ങൾക്ക് മുഴുവനായിട്ടും കളർ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ വൃത്തത്തിന് 1/4 ഭാഗത്തിനാണ് കളർ ചെയ്തിരിക്കുന്നത്. 2 and 1/4 എന്ന് എഴുതാൻ സാധിക്കും. ലാസ്റ്റുള്ള ചിത്രത്തിൽ എന്താണ് 3 വൃത്തത്തിനും മുഴുവനായും കളർ കൊടുത്തിട്ടുണ്ട്. പിന്നീട് 6 ഭാഗങ്ങളാക്കി മാറ്റി അതിൽ ഒരു ഭാഗത്തിനാണ് നിറം കൊടുത്തിരിക്കുന്നത്. 3 1/6 എന്ന് എഴുതാം. എല്ലാ ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തി കഴിഞ്ഞു. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.